അപ്പോൾ നമ്മുടെ പള്ളിച്ചട്ടമ്പി ഡയറക്ടർ ഡിജോ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ കാലിക്കറ്റ് തിയേറ്റർ വിസിറ്റ് പ്ലസ് നമ്മളുടെ സ്പെഷ്യൽ ക്യാമിയോ സാറിനെ ഒന്ന് നേരിട്ട് നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താതും കൂടെ ഓർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ എന്താ പറയുക മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞ ചെറിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്തത്. എന്തായാലും വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളും ഒരുപാട് നന്ദി. താങ്ക് യു ഫ്രം ടീം പള്ളിച്ചട്ടമ്പി. അപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ ആദ്യമേ തന്നെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. തിയേറ്ററുകൾ നന്നായിട്ട് വിഷു അടക്കം നമുക്ക് ഭയങ്കരമായിട്ട് നിറസാന്നിധ്യം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇന്നലെ നമ്മൾ അത് കഴിഞ്ഞ് അവിടുന്ന് രാത്രി അല്ലേ തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞ് രാത്രി ടോവി ഇന്നലെ രാവിലെ നമ്മളോട് ജോയിൻ ചെയ്തു. രാത്രിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ അവൻ ഷൂട്ടാണ്. 2 ദിവസം കഴിയുമ്പോൾ ടോവി വീണ്ടും റീജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ പതുക്കെ കാലിക്കറ്റ് ഈ സ്പെഷ്യൽ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ആദ്യം നന്ദി പറയുകയാണ്. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാകും ഇതൊരു പീരിയഡ് സിനിമയാണ്. 1957-58 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതിൽ നിന്നാണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം നമ്മുടെ സിനിമയിലൂടെ പുറത്തേക്ക് വരുന്നത് കാണിയാർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു വേൾഡാണ്. ഫിക്ഷനൈസ് ചെയ്ത് വരുന്നതാണ്. ഈ പറഞ്ഞ പോലെ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിനെ ചുറ്റിപ്പറ്റി പല രീതിയിലുള്ള എതിർപ്പുകളുണ്ടായി. അങ്ങനെ തുടങ്ങിയ ഒരു സമരമാണ് വിമോചന സമരം. അന്ന് ആ കാലഘട്ടത്തിനെ പ്രിമൈസ് ചെയ്ത് നമ്മൾ മുന്നിൽ കാണിക്കുന്നതാണ് നമ്മുടെ കാണിയാർ എന്ന് പറയുന്ന നാടും ആ നാട്ടിലെ നായകനായ നമ്മുടെ പള്ളിച്ചട്ടമ്പി. ഈ സിനിമ കണ്ട് ഒരുപാട് നല്ല റിവ്യൂസ് തന്ന എല്ലാ പ്രേക്ഷകർക്കും ആദ്യമേ നന്ദി പറയുകയാണ്. അങ്ങനെ ഈ പീരിയഡ് സിനിമ നമ്മളുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിൽ എൻ്റെ കൂടെ ഉള്ളവർ എന്താ പറയുക ടെക്നിക്കൽ ക്രൂ അങ്ങനെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ക്രൂ കാസ്റ്റും എല്ലാവരും മെയിനായിട്ടുള്ളവർ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോരുത്തരും പരിചയപ്പെടുത്തിക്കും. ടോവി പറഞ്ഞ പോലെ വരാൻ പറ്റിയിട്ടില്ല. ടോവിയുടെ ചെറുപ്പകാലം ചെയ്ത നമ്മുടെ സിനിമയിലെ നായകൻ അർച്ചിത് കോഴിക്കോടുകാരനാണ്, നമ്മുടെ നാട്ടുകാരാണ്. അപ്പൊ അർച്ചിത് എത്തിയിട്ടുണ്ട്. മിഥുൻ ക്വീൻ തൊട്ട് ഡിജോയുടെ കൂടെ സിനിമകളിൽ അഭിനയിക്കുന്ന ആളാണ്. നമ്മുടെ സിനിമയിൽ ഒരു സുപ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. നിബ്രാസിനെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിബ്രാസ് ആണ് ആശാന്റെ ശിഷ്യൻ പള്ളിച്ചട്ടമ്പിയിലെ ആശാന്റെ ശിഷ്യന്റെ വേഷം ചെയ്തേക്കുന്നത്. എൽദോ ഇതിനകത്ത് സഖാവ് രത്നാകരൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തു. വിനോദേട്ടൻ ഞങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരാണ്. പിന്നെ അമലു ഇതിലെ നായികയുടെ സുഹൃത്തായിട്ട് KPSC. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ കാലഘട്ടത്തിൽ ഡെപ്പിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മീഡിയ എന്ന് പറയുന്ന സിനിമയാണ്. തിയേറ്ററിൽ പോവാൻ ഇപ്പൊ നമ്മളെല്ലാവരും ഈ വിഷുക്കാലത്തിനൊക്കെ വേണ്ടി തിയേറ്ററിൽ പോകുന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മീഡിയം എന്ന് പറഞ്ഞാൽ KPSCയുടെ നാടകമായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ സിനിമയുടെ മറ്റൊരു വലിയൊരു സോള്. അപ്പൊ അവിടെയാണ് നമ്മുടെ നായിക റെബേക്ക വരുന്നതും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കഥ സന്ദർഭം മുന്നോട്ട് പോകുന്നത്. അപ്പൊ റെബേക്ക കൈതും ഷൂട്ടിലാണ്. കൈതും നമ്മുടെ സാറ്റർഡേ ജോയിൻ ചെയ്യും. അപ്പൊ കൈതുവിന്റെ സുഹൃത്തായ റെബേക്കയുടെ സുഹൃത്തായ അമലു. പിന്നെ നമ്മുടെ ഇതിനകത്തൊരു ക്രിസ്റ്റഫർ സേനയുണ്ട്. ക്രിസ്റ്റഫർ സേന ശരിക്കും മുതിർന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സേനയാണ്. പക്ഷെ അതിൽ കുട്ടികളും ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ വരുന്നത് ദേവു എന്ന് പറയുന്ന ഇതില് സാറാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ ഈ സിനിമയില് ചരിത്രത്തിന്റെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു കെട്ടുറപ്പ് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് വേണം. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ വിമോചന സമരത്തിന്റെ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ ഇടവക തോറും ഈ പറഞ്ഞ പോലെ ഒരു സേന രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അങ്ങനെ ആ സേനയ്ക്ക് പേരിട്ടതാണ് ക്രിസ്റ്റഫർ സേന. അപ്പൊ ആ ക്രിസ്റ്റഫർ സേനയിലെ ഒരു അംഗമാണ് സാറാമ എന്ന് പറയുന്ന പുറകില് അല്ലെ സാറാമ. അപ്പൊ ആ ക്യാരക്ടർ. പിന്നെ നമ്മുടെ പള്ളിയിലെ കൊച്ചച്ഛൻ ആയിട്ട് അഭിനയിച്ചത് ജോസൂട്ടിയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് തുടങ്ങി ആയോധന കലയിൽ അഭ്യസിച്ച് ഒരു പോരാളിയായി അദ്ദേഹം പിന്നെ മാറുന്നുണ്ട്. പിന്നുള്ളത് ശ്രുതിയാണ് നമ്മുടെ പള്ളിച്ചട്ടമ്പിയുടെ അമ്മയുടെ വേഷം, വളർത്തമ്മയുടെ വേഷം ചെയ്തേക്കുന്നത് ശ്രുതിയാണ്. അപ്പൊ ഈ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഇപ്പൊ നമ്മുടെ നായകനാണെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് എപ്പിസോഡ് പോകുന്നുണ്ട്. അപ്പൊ അതൊരു 1930 കാലഘട്ടമാണ്. അപ്പോൾ അതിൽ അഭിനയിച്ച കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇത്രയും പീരീഡ് ആയിട്ടുള്ളൊരു സിനിമയെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ കുറേ നമ്മൾ ഫിക്ഷനൈസ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രിമൈസ് പഴയ കാലഘട്ടം വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റഫർ സേന ഇതെല്ലാത്തിൻ്റെയും ഒരു നെക്സ്റ്റ് ലെവൽ ഒരു യൂസേജ് നമ്മുടെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക, മുന്നോട്ട് ഞങ്ങളെ സഹായിക്കുക. നമ്മുടെ ഈ സിനിമയിൽ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ചെയ്ത നമ്മുടെ ഈ നാടിൻ്റെ അതായത് ഈ കാണിയാർ എന്ന് പറയുന്ന നാടിൻ്റെ മണ്ണിൻ്റെ ഉടയോൻ എന്ന് പറയുന്ന നമ്മൾ വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എനിക്കൊന്ന് ട്രെയിലറിലും ഒക്കെ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇത് പള്ളിച്ചട്ടമ്പി
ഈ നാടിനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്നത് ഈ വ്യക്തിയുമായിട്ടാണ്. അദ്ദേഹം എന്താ പറയുക, ഉടനടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ. യെസ്, പുള്ളിയും പെട്ടെന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാരക്ടറൈസേഷന് വേണ്ടി ഓരോരുത്തർക്കും ഓരോ സ്കെച്ച് ബുക്ക് ഉണ്ടാക്കി, സ്കെച്ച് ബുക്കിൽ ഓരോരുത്തരെ അടയാളപ്പെടുത്തി അങ്ങനെ നമ്മൾ രൂപപ്പെട്ട് ഇവരെ ഓഡീഷൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കോസ്റ്റ്യൂം ലുക്സ്, മാക്സിമം ഡിസൈൻ, ആർട്ട് സൈഡും ഒക്കെ നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് ചെയ്തിട്ടാണ്. ആക്ച്വൽ പീരിയഡിസിറ്റി, അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഭയങ്കരമായ സന്തോഷമാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ബേസിക്കലി ഇപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ സിനിമ 2018 ചെയ്യുന്നത്, ക്വീൻ എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞിട്ട് സുരേഷ് ബാബു, സുരേഷ് ഏട്ടനാണ് നമ്മുടെ സിനിമയുടെ റൈറ്റർ. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ വിമോചന സമരത്തിന്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സമൂഹം അവർ ഫോം ചെയ്ത ഒരു ക്രിസ്റ്റഫർ സേന എന്ന് പറയുന്നൊരു സേനയുണ്ട്. ആ സേനയ്ക്ക് അടവുകൾ പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ചട്ടമ്പി, അതാണ് നമ്മുടെ സിനിമയുടെ ഒരു സോൾ. ആ ചട്ടമ്പിയാണ് നമ്മുടെ നായകൻ. അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് എന്താ പറയുക, ഒരു വലിയൊരു കാലഘട്ടത്തിന്റെ ഒരു നായകനാണല്ലോ. പിന്നെ ബാക്കി നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക, ഒരു നായകൻ്റെതായിട്ടുള്ള എല്ലാ പരിവേഷവും ചേർത്ത് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കി ചേർത്താണ് നമ്മുടെ പള്ളിച്ചട്ടം. അപ്പോൾ എനിക്ക് വിമോചന സമരം ഇതെല്ലാം പ്രിമൈസിൽ നടക്കുമെങ്കിലും നമ്മൾ അതിൻ്റെ മുന്നിൽ വേറെ ഒരു സിനിമയാണ്, യൂഷ്വൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു കഥ സിമ്പിൾ ഫോമാറ്റിൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. എത്ര നാളത്തെ റെഫറൻസ് ആയിരുന്നു സ്റ്റോറിയിലേക്ക് വരാനുള്ളത്? അത് ആക്ച്വലി സുരേഷ് ഏട്ടൻ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. ക്വീനിന് ശേഷമാണ് സുരേഷ് ഏട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. സുരേഷ് ഏട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ് അറിയാലോ. ദാദാ സാഹിബ്, ഷിക്കാർ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലിയും കുറേ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ റെഫറൻസുകൾ ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഓരോ ചെറിയ പേരുകളാണെങ്കിൽ പോലും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തരിയോട്ട് മലയാണ് നമ്മൾ വെച്ചിരിക്കുന്ന റെഫറൻസ് എങ്കിൽ പോലും അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുറേയൊക്കെ റിയൽ ബേസ്ഡ് ആണെങ്കിലും നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് അതിന് ചെറുതായിട്ട് മാറ്റും. അപ്പോൾ സുരേഷ് ഏട്ടന് റെഫറൻസ് എനിക്ക് തോന്നുന്നു കാലങ്ങളുടെ റെഫറൻസസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമയിൽ പതുക്കെ 2019-20 തൊട്ടാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 വർഷത്തെ എഫേർട്ട് സുരേഷേൻ്റെ സൈഡിലുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് സൈഡിൽ ഞാനും സുരേഷേണ്ണും വർക്ക് ചെയ്തിട്ടും കുറച്ച് നാളുകളുടെ എഫേർട്ടുണ്ട്. അതെ, അങ്ങനെയല്ല. ബേസിക്കലി എന്താന്ന് വെച്ചാൽ അത് ഈ സിനിമ കാണുമ്പോൾ, ഈ സിനിമയിൽ ഇപ്പം ബ്രോ കണ്ടതല്ലേ, കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഈ നാടിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ഒരാളെ വിടുന്നുണ്ട്. അദ്ദേഹമാണ് ആ പോലീസ് ഓഫീസറിന്റെ ആ സിനിമയുടെ ആ കഥാസന്ദർഭം വെച്ചിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു, അവിടെ സിനിമ തീർന്നു. ബാക്കിയുള്ളത് നമ്മുടെ നായകന്റെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് അതിൻ്റെ ഒരു റെവലേഷൻ ഏറ്റവും ലാസ്റ്റിൽ വേണ്ടി ചെയ്യുന്നത്. അത് ആ 2 പേരുടെയും ക്യാരക്ടേഴ്സാണ് ആ 2 പോയിന്റിൽ നമ്മൾ അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്ന ആ പോയിന്റിലാണ്. അത് ആര് ജയിച്ചു ആര് തോറ്റു അത് ആക്ച്വലി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ അന്നാണ് നമ്മൾ ആദ്യം 9-നാണ് പ്ലാൻ ചെയ്തത്. അത് പിന്നീട് ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല, നമ്മളത് 10-ലേക്ക് മാറ്റി. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ സെൻസർ ഇഷ്യൂ വന്നു. അങ്ങനെ നമ്മളത് 15-ലേക്ക് മാറ്റി. പൃഥ്വിരാജിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ നിങ്ങൾ സിനിമ കാണണം. സിനിമ കണ്ട ആളാണോ ചോദ്യം ചോദിച്ചത്? അല്ല. അപ്പം നിങ്ങൾ സിനിമ കാണും. സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. കാര്യം അത്രയും മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു വലിയൊരു സ്ട്രോങ് ക്യാരക്ടറാണ്. അപ്പൊ അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കും, അപ്പൊ മനസ്സിലാവും. നിബ്രാസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുമോ? ഈ സോഷ്യൽ മീഡിയ ക്യാമറന്റെ മുന്നിൽ നിന്നൊരു വലിയൊരു ടീമിൽ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ സന്തോഷം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് റീൽസും യൂട്യൂബൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് കണ്ട് ലൈക്ക് അത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മൂവി മേഖലയിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. വേറൊരു ഓപ്ഷൻ ഇല്ല, ഓഡീഷനും എല്ലാം പോയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്തു. അത് ഇവരിലേക്ക് എത്തി. ചേട്ടൻ വിളിച്ചു, ഇങ്ങനെ പടമുണ്ട്, പീരിയഡ് സിനിമയാണ്. അപ്പം മെയിൻ ആയിട്ട് പറഞ്ഞ വെച്ചാൽ ഇത്രയും ഡേറ്റ് ഉണ്ട്, ലൈക്ക് ഇത്ര ദിവസത്തെ ഷൂട്ടുണ്ട്, അതിന് നീ കണ്ടിന്യൂസ് നിൽക്കണം. അതിന് തയ്യാറാണെങ്കിൽ നീ ഓക്കെയാണ്. കാരണം ക്യാരക്ടർ പുള്ളി കണ്ട ആ ഒരു മൈൻഡിൽ കണ്ടത് ഞാനെല്ലാം കാണുന്ന കേട്ടോ. ഞാൻ ഇബ്രാസിന്റെ ഒക്കെ റീൽസ് ഒക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ റീൽസിന്റെ എല്ലാ മിക്കവരുടെയും കണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏകൊരു ആശ്വാസം ഇവരുടെയൊക്കെ റീൽസ് കാണുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ചെറിയ ഇതൊക്കെ കാണുമ്പോൾ, കാര്യം ഞാനും ഇപ്പോൾ 2012 നമ്മൾ ക്വീൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് വന്നത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. അതിൽ നിന്നാണ് ഇവരെല്ലാവരും വന്നത്. ധ്രുവനും ഉണ്ടായിരുന്നു, ധ്രുവൻ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും നമ്മളും അങ്ങനെയാണ് അന്ന് സിനിമ ആഗ്രഹിച്ചില്ല. അതിനുശേഷമുള്ളവർ സോഷ്യൽ മീഡിയ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പൊ അന്ന് കണ്ടപ്പോൾ ഇവന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് എല്ലാ കൂട്ടത്തിൽ പൊക്കമുള്ള നിഹാലാണെന്ന് തോന്നി. അങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിൽ ഇതേ കൂട്ടത്തിൽ മെലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ. അപ്പൊ എനിക്ക് ഭയങ്കര രസം തോന്നി. അങ്ങനെ ഞാൻ ട്രാക്ക് ഇട്ട് പിടിച്ചതാ. എക്സ്പീരിയൻസ് ഇത്രയും പേരുടെ അഭിനയിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം. അവരും എന്റെ കൂടെ ഉള്ളവരും ഇതേപോലെ ഓരോരോ പടങ്ങൾ ചെയ്യുന്നു.
എല്ലാവരും ഇപ്പം ഹാപ്പിയാണ്, നല്ല രീതിയിൽ പോകുന്നു. മിഥുൻ വേണുഗോപാൽ Yes. ചേട്ടൻ 2018 ക്യൂവിൽ തൊട്ടിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ആർട്ടിക്സ്, പിന്നെ വെള്ളം, ഇതിലൊക്കെ ചെയ്യും. അപ്പം ഈ ഓരോ ഇപ്പൊ പള്ളിച്ചട്ടമ്പി, അപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ അതോ അങ്ങനെ വരുന്നതിനനുസരിച്ച് ഉള്ള രീതിയിൽ ചെയ്യുന്നതാണോ, ഒരേ രീതിയിൽ മാറി ചിന്തിക്കുന്നതാണോ? ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. പൊന്മാൻ എനിക്ക് ഇങ്ങോട്ട് വന്നതാണ്, ബ്രൊമാൻസ് ഇങ്ങോട്ട് വന്നതാണ്, ഒരു കന്നഡ സിനിമ അത് ഇങ്ങോട്ട് വന്നതാണ്. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് തേടി പോകുന്നതാണ്. അപ്പം ഡിജോ ചേട്ടന്റെ ജോണറിൽ ഞാൻ ഡിജോ ചേട്ടനെ പിടിച്ചിട്ടുള്ളൂ, അതെനിക്ക് സേഫാണ്. ഞാൻ ഡിജോ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത് കൃഷാന്ത് ചേട്ടന്റെ കൂടെ മസ്തിഷ്കം വരണം എന്ന് പറഞ്ഞ സിനിമ, അതെനിക്ക് വളരെ എക്സൈറ്റിംഗ് ചെയ്യുന്ന ഒരു ജോണർ സിനിമയുടെ ഒരു ഡയറക്ടറാണ്. ഈ പള്ളിച്ചട്ടമ്പിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഞാൻ മസ്തിഷ്കം വരണത്തിൽ അതിൽ 2046 അഭിനയിച്ച് ഒരാഴ്ച ഗ്യാപ്പിലാണ് 1950 അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് രണ്ട് ലോകം. അപ്പൊ അതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഷൂട്ട് ചെയ്ത് തായ്ലാൻഡ് 100 വർഷത്തെ ഡിഫറൻസ്. അപ്പം നേരെ തൊടുപുഴയിലേക്ക് അല്ലേ? അവിടെ പള്ളി സെറ്റ്. നേരെ വന്ന് തൊടുപുഴയ്ക്കാണ്. അപ്പം ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പരിപാടി കിട്ടും. പിന്നെ ഡിജോ ചേട്ടന്റെ പരിപാടി വെച്ചാൽ പുള്ളിക്ക് ഒരു ക്യാരക്ടറിന് കൃത്യമായിട്ടൊരു ഗ്രാഫ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ബിഹേവ് ചെയ്താൽ മതി. ഇപ്പം കൃഷാന്ത് ചേട്ടനാണെങ്കിൽ പുള്ളിക്ക് ഈച്ച് ആൻഡ് എവറി എക്സ്പ്രഷൻ പുള്ളി പറഞ്ഞു തരും. എനിക്ക് അതിൽ ഇപ്പൊ പറയാം, OTT വന്ന സിനിമയിൽ ജയിലിലൊരു സീനുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു ക്യൂട്ട് ഇന്നസെന്റ് പപ്പി ഫേസ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. പുള്ളിന്റെ ഒരു ലീനിയർ സിനിമ വന്ന ഏതൊരു ഇന്റർകട്ടിലാണ് എന്റെ എക്സ്പ്രഷൻ കാണിച്ചത്. അപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ മേക്കേഴ്സിനെ ബിലീവ് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? അല്ല, എനിക്ക് തോന്നുന്നു അന്ന് 2019 ടൊവിനെ കാണുന്നത്. ഞാൻ കാണുന്ന ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് ടൊവിയുടെയും ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണെന്ന്. മിന്നൽ മുരളിയൊക്കെ അന്ന് ഡിസ്കഷനിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പം അന്ന് എനിക്ക് ആക്ച്വലി പള്ളിച്ചട്ടമ്പി കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് ബേസിക്കലി ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോരോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടൊവിയുടെ ഫേസാണ് എനിക്ക് ആദ്യം തെളിഞ്ഞു വന്നു പള്ളിച്ചട്ടമ്പിയായിട്ട്. ബേസിക്കലി ആ ഒരു ഈ പറഞ്ഞില്ലേ ക്രിസ്റ്റഫർ സേനനെ നേതൃത്വം നയിക്കാൻ പറ്റുന്ന ഒരു നായകൻ, എന്താ പറയുക, ഒരു മല്ലൻ എന്ന് പറയുന്ന ഒരു രൂപത്തിന്. അപ്പോൾ എനിക്ക് അന്ന് ടൊവി ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് വന്നു. അപ്പോൾ തന്നെ ഞാൻ ടൊവിനെ വിളിച്ച് ടൊവി അപ്പോൾ തന്നെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുരേഷ് അന്ന് ടൊവിനെ പോയി കണ്ട് ജസ്റ്റ് ഒരു 1 ലൈൻ പറഞ്ഞു. അപ്പോൾ തന്നെ ടൊവിക്കും എനിക്ക് കിട്ടിയ അതേ എക്സൈറ്റ്മെന്റ് ടൊവിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ക്യാമിയോസിനെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേക്ക് റിവീൽ ചെയ്യാം. നിങ്ങൾ സിനിമ ഇറങ്ങിയ വൈകുന്നേരം തന്നെ എന്തുകൊണ്ടാണ് റിവീൽ ചെയ്യാൻ കാരണം? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നമുക്ക് ഒരു പരിധി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാലം മുൻപേ ആയിരിക്കും. അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഫസ്റ്റ് ഷോയിൽ തന്നെ ഈ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്താലും ഈ പറയുന്ന എല്ലാം സ്പോയിലറായിട്ട് പുറത്തേക്ക് വരും. അതുവരെ ഹോൾഡ് ചെയ്യാനായി നമ്മളെ കൊണ്ട് സാധിക്കും. ശരിയല്ലേ? അതുവരെ ഉണ്ടായിരുന്നു. എന്നിട്ടും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, രാജുവേട്ടൻ ജോയിൻ ചെയ്തല്ലോ എന്തായെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കും. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം അത് നമ്മൾ സിനിമയിൽ കാണേണ്ട ഒരു ഭംഗിയുള്ള സാധനമാണ്. അന്ന് തന്നെ വന്നു. പിന്നെ നമ്മൾ അന്ന് തന്നെ വൈകിട്ട് വിടുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ അന്ന് ഒരു ദിവസം കഴിഞ്ഞല്ലോ, 2-ാം ദിവസം സ്റ്റോറി മൊത്തം വൈകുന്നേരം തന്നെ പുറത്തു വിട്ടല്ലോ. അതെ ഇന്നലെ വൈകിട്ട് തന്നെ. കാര്യം അത്രമാത്രം സെലിബ്രേഷൻ ചെയ്തു. പിന്നെ നമുക്ക് ലിറ്ററലി പല റിവ്യൂസ് എല്ലാവരും പറഞ്ഞല്ലോ. 12 മണിയായപ്പോ തന്നെ പലരുടെയും സ്റ്റോറികളിൽ നിറഞ്ഞു നിന്നല്ലോ. എങ്ങനെ ഒരു ക്യാമറ റോളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സസ്പെൻസ് പൊളിഞ്ഞു പോകുന്നു. ഇല്ല, അങ്ങനെ ഇപ്പൊ ഇതിന്റെ അകത്ത് ബേസിക്കലി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ റിലീസിന് അന്ന് വരെ ഹോൾഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എത്ര സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ മിക്കവർക്കും അറിയാമായിരുന്നു. പിന്നെ നമുക്ക് ആ ലുക്കും ബേസിക് സസ്പെൻസ് പറഞ്ഞ ഇപ്പൊ ഈ പുറകിലിരിക്കുന്ന ആ ലുക്ക് മാക്സിമം നമ്മൾ ഹൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു സസ്പെൻസ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. CBI പോലത്തെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ്, സസ്പെൻസ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഷോ വരെ ഉള്ളൂ. അതെ. പക്ഷെ അന്നത്തെ ഓഡിയൻസ് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിച്ചിട്ട് ഇതാരോടും പറയലായിരുന്നു. അല്ലെ, എന്നിട്ടും അന്ന് തിയേറ്ററുകളിൽ തന്നെ വിളിച്ച് പറയും. അല്ലെ, ശരിയല്ലേ? മാക്സിമം മറ്റേ പ്രേക്ഷകർക്ക് കൂടെ കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം അന്നത്തെ ഓഡിയൻസിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചും കൂടി എക്സിബിറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സ്വഭാവം ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ആ പ്രവണത നല്ലതാണോ ചീത്തയാണോ അവര് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. കാര്യം എന്താ വെച്ചാൽ ഞാൻ സിനിമ കാണാൻ പോകുമ്പം അതിന്റെ ടൈറ്റിൽ പോലും ഞാൻ ഷൂട്ട് ചെയ്യാറില്ല. പൊതുവെ എനിക്ക് തോന്നുന്നു അത് റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ലിറ്ററലി അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന, അവർക്ക് അതൊരു തോന്നിയാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു പീരിയഡ് സിനിമ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ സംസാരിക്കുന്ന സിനിമ 1957, ഈ കാലഘട്ടം 2026. അപ്പോൾ നമ്മുടെ പീരിയഡ് സിനിമയിൽ കാണുന്ന പ്രേക്ഷകർ കണക്ട് ആവുമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം.
കാര്യം നമ്മളുടെയൊക്കെ എനിക്കൊക്കെ ബേസിക്കലി ഒരു ഫിലിമോഗ്രഫിയിൽ നമുക്കൊരു വെക്കാൻ പറ്റുന്ന ഒരു പീരിയഡ് സിനിമ ചെയ്തു എന്ന് പറയാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്ന, നമുക്ക് അങ്ങനെ നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല. നമ്മൾ അതിനനുസരിച്ച് എങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ നമ്മുടെ സിനിമയിലെ ക്യാമിയോ. വെൽക്കം സർ. യെസ് യെസ് സർ, പ്ലീസ്. ആദ്യമായിട്ട് രാജുവേട്ടനെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോ എന്തായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു. രാജുവേട്ടൻ എത്തിയതിനു ശേഷം അതിന് റിപ്ലൈ പറയാമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ആക്ച്വലി ഇവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് കാലിക്കറ്റ്. അപ്പോൾ ഇന്ന് ഇവർ പള്ളിച്ചട്ടമ്പിന്റെ ടീം കാലിക്കറ്റ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രസ് മീറ്റിലും സിനിമയിലെ ഇപ്പോൾ ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്താം എന്ന് തീരുമാനിച്ചതാണ്. ആക്ച്വലി ചില സിനിമകളും ചില കഥാപാത്രങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു രസമുള്ളൊരു പ്രത്യേകതയുള്ളൊരു കഥയുണ്ട് ആക്ച്വലി ഈ കഥാപാത്രത്തിന്റെ പിന്നിൽ എനിക്ക് പറയാൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഏട്ടൻ, ഇതിന്റെ തിരക്കഥാകൃത്തായ സുരേഷ് ഏട്ടൻ എന്നോടൊരു കഥയുടെ ഒരു തോട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞ കഥയുടെ തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേറ്റ് 19th സെഞ്ചുറിയിൽ വയനാട് ഭാഗത്ത് വലിയ സ്വർണ്ണ നിക്ഷേപം, ഒരു ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് മൈനിങ് കമ്പനീസ് വയനാട് വരികയും ഒരു മൈനിങ് കോർപ്പറേഷൻസ് സെറ്റപ്പ് ചെയ്യുകയും ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലം യാഥാർത്ഥ്യത്തിലുണ്ട്. അതിപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ഫുൾ സ്റ്റോറിയൊക്കെ കിട്ടും. എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ നമ്പേഴ്സും ഒന്നും എനിക്ക് ഫിഗേഴ്സ് ഒന്നും ഓർമ്മയില്ല. 35ഓളം ബ്രിട്ടീഷ് കമ്പനികൾ അന്ന് മൈനിങ് കോർപ്പറേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഒരു പശ്ചാത്തലം എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന ഒരു മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്സ് മൈനിങ് കോർപ്പറേഷൻ, ഒരു ഫിക്ഷണൽ ഒരു മൈനിങ് കോർപ്പറേഷനും മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ദമ്പതിമാർ, അവരുടെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കണ്ടെത്താനുള്ള അവരുടെ ഒരു മൈനിങ് ശ്രമങ്ങളുടെ ഇടയിൽ അവരെടുത്ത് വളർത്തുന്ന കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു വയനാട്ടിലുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കഥ എന്നോട്, എനിക്ക് തോന്നുന്നു 2016 or 2017 മറ്റോ ആണ് എന്നോട് ഈ വിഷയം പറയുന്നത്. ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കുട്ടി വളർന്നു വരികയും ബ്രിട്ടീഷുകാർ അയാൾക്ക് ഒരു പട്ടേലർ പദവി നൽകുകയും പിന്നീട് ആ ഒരു മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്തിന്റെ ഒരു വലിയ ലാൻഡ് പാഴ്സൽ അയാൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അടക്കി ഭരിക്കുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ അദ്ദേഹം അത് പറയുകയും കൺസീവ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്കെയിൽ വലിപ്പം എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ നമുക്ക് അന്ന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് അന്ന് തോന്നിയില്ല. അപ്പൊ അതിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന ആഗ്രഹമായി ബാക്കി വെച്ചിരുന്ന ഒരു കഥാപാത്രവും കഥയുമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിജോ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ സുരേഷ് ഏട്ടനോടൊപ്പം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ പള്ളിച്ചട്ടമ്പി എങ്ങനെയാണ് ആ കഥയിലെ ഒരു ആൻസിലറി ആകുന്നതെന്നും ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കഥാപാത്രം, അതിൽ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രമായി മാറിയതിന് ശേഷമുള്ള ഈ കുഞ്ഞമ്പുവിന്റെ ഒരു പ്രസൻസ് ആ കഥയിൽ എങ്ങനെ വരുന്നുവെന്നും ഈ വിമോചന സമരത്തിന്റെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു പിനക്കിൾ ഹെഡ് എന്ന രീതിയിൽ ആ കഥാപാത്രത്തെ പള്ളിച്ചട്ടമ്പി എന്ന കഥയിൽ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചും സുരേഷ് ഏട്ടനും ഡിജോയും എന്നോടൊന്ന് പറയുന്നു. അപ്പൊ എനിക്കത് ആക്ച്വലി ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പൊ ആ ക്യാരക്ടർ ശരിക്കും ഞാൻ ചെയ്യണം എന്നുള്ളൊരു നിമിത്തമായിരിക്കും അത്. ആ നിമിത്തം കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് എത്തിയതും അത് ഡിജോ സിനിമ ആക്കിയതും അതിലെനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദരനുമായ ടൊവിയുടെ സിനിമയിൽ ഞാൻ എന്നോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമായി തന്നെ ഒരു ചെറിയ ലെങ്ത്തിലെങ്കിലും അപ്പിയർ ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷം. സിനിമ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇനിയിപ്പോൾ ഈ കഥാപാത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനായിട്ട് പറയണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ആക്ച്വലി അത് ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുമ്പോൾ കാണാം. അതിന്റെ ക്രെഡിറ്റ്സ് ലൈനിൽ തൊട്ട് ഇപ്പൊ രാജു പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ടച്ച് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് മോർ കണക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാൻ ഈ പറഞ്ഞ കഥ ആക്ച്വലി ഇറ്റ്സ് ഓൾ ഓൺലൈനിലും ഒക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ കഥ. അന്ന് ബാണാസുര ഡാം ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബാണാസുര വെള്ളക്കെട്ടിന്റെ അടിയിൽ ഉള്ളൊരു ഭൂമിയിലൊക്കെ നടക്കുന്ന ഒരു കഥയായിരുന്നു അന്ന് എന്നോട് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. അതിന്റെ ഒരു റെഫറൻസ് ആണ് നമ്മളുടെ കാണിയാർ എന്ന് പറയുന്നത് തരിയോട്ട് മലയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവും. പള്ളിച്ചട്ടമ്പിന്റെ കുറെ ഡിജോയോട് ചോദിച്ചു. ഇനി പള്ളിച്ചട്ടമ്പിക്ക് പുറത്ത് ഡിജോയും രാജുവേട്ടനും ചേർന്ന് ചെയ്ത ജനഗണമന എന്ന് പറയുന്ന സിനിമ, അതിപ്പോ പ്രത്യേകിച്ച് ഈ ഒരു അറ്റ് പ്രസന്റ് അത് കൂടുതൽ അത് ചർച്ചയാവുന്നുണ്ട്. ഡോക്ടർ റാം എന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇതിന്റെ മരണവും എപ്പോഴായിരിക്കും ജനഗണമനയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് എന്നോട് ജനഗണമന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരിസും ഡിജോയും അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ഐഡിയ എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഒരു ഐഡിയ പറയാതെ ഞാനന്ന് വന്നിരുന്ന് പറയില്ലല്ലോ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. എനിക്ക് ഞാൻ എഴുതുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്ത സിനിമയല്ലല്ലോ, ഞാൻ നിർമ്മിക്കുക മാത്രം ചെയ്ത സിനിമയാണ്. അതിൽ അഭിനയിക്കുകയും ചെയ്തൊരു ആക്ടറാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരിസും ഡിജോയും ജനഗണമനയുടെ ഈ അരവിന്ദ് സ്വാമിനാഥന്റെ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതിനേക്കാൾ അരവിന്ദ് സ്വാമിനാഥന്റെ കഥ അതെന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് എന്നോടൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. അതിനെയും എഴുതി വരണം, അത് ഞാനല്ലോ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. അതിന്റെ പണി നടക്കുന്നു.
നമ്മളിപ്പം ജനഗണമന കഴിഞ്ഞ് പള്ളിച്ചട്ടമ്പിയിലേക്ക് വരുന്ന സമയത്ത് എന്നോടാണോ? അതെ, ആ ഓക്കെ. അതെ, ഒരു സാധനം മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിജോ എടുത്തു വെക്കുന്ന ഫ്രെയിംസ് ഭയങ്കര സുന്ദരമായിട്ടുള്ള ഫ്രെയിംസ് ആണ്. അതിലുപരി നിങ്ങളുടെ ഫിസിക് ആണെങ്കിലും എല്ലാം ഇതിൽ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് റിസൈഡ് ചെയ്തു എന്നുള്ളൊരു എലിമെന്റ് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. റിലീസോടെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വാട്ട് ഡു യു ഫീൽ അറ്റ് ദിസ് മൊമെന്റ്? എന്താണ് നിങ്ങൾക്ക് വരുന്ന ഫീഡ്ബാക്സ്? അല്ല, എനിക്ക് ഇപ്പോൾ മോശമാണെങ്കിൽ ഫീഡ്ബാക്ക് വരാറില്ല. നല്ലതാണെമ്പോഴാണ് ആൾക്കാർ അണ്ണാ കലക്കി എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് കഴിക്കുക. അപ്പോൾ ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ സിനിമ റിലീസായ സമയം മുതൽ എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചും അതിൽ ഡിജോ എന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ചും ഈ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലറിന്റെ പ്രത്യേകിച്ച് അയാളുടെ യങ് പോർഷൻസിലെ ഒരു സീനിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് വിളിച്ചറിയിച്ചു. അതിൽ വലിയ സന്തോഷം. എപ്പോഴും ഞാനൊരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് ഇത് പറയുന്നതിൽ ഒരു ചെറിയ അഭംഗി ഉണ്ടാകും. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എവറി ആക്ടർ ഇസ് ലിമിറ്റഡ് ബൈ ദ ഡയറക്ടർ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സംവിധായകൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ ഒരു നടനോ നടിക്കോ ശോഭിക്കാൻ സാധിക്കൂ ഒരു സിനിമയിൽ. കാരണം അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ പിന്നക്കിൾ എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ വിഷനാണ്. ആ വിഷനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു ആക്ടർക്കാണെങ്കിലും ഇനിവൻ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. ഒരു സിനിമയിൽ ഒരു നടൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു നടന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ പങ്ക് ആ സിനിമയുടെ സംവിധായകന് ഉള്ളതാണ്. ഇപ്പൊ അരവിന്ദ് സ്വാമിനാഥൻ ആണെങ്കിലും കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലർ ആണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ഡിജോയ്ക്കും ആ കഥാപാത്രങ്ങൾ എഴുതി സൃഷ്ടിക്കുകയും ചെയ്ത ഷാരിസിനും സുരേഷ് ചേട്ടനും ഉള്ളതാണ്. സംവിധായകൻ ആവശ്യമുള്ള അല്ലെങ്കിൽ സംവിധായകൻ ആഗ്രഹിച്ച പോലെ ഒരു മാനിഫെസ്റ്റേഷൻ ആ കഥാപാത്രത്തിന് എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷവും അഭിമാനവും. സിനിമ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ ഇന്നലെയും ഷൂട്ടിങ്ങിലായിരുന്നു. ഇന്നും എനിക്ക് ആക്ച്വലി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് വേണം ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ. ഷൂട്ട് ആക്ച്വലി ഇതിനകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി, ഖലീഫയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ക്യാമിയോ ആണെങ്കിലും നമ്മുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് 1950s അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യവും അന്നുണ്ടായ ഒരു സംഭവത്തിന്റെ പാരലി നടന്ന ഒരു പാരലൽ ഹിസ്റ്ററി ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്യാമിയോ ആണെങ്കിലും ചെയ്യുക. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ ഈ സിനിമ വരുമ്പോൾ അതിൽ കുറച്ച് പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാവുമ്പം നമ്മളായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ചില പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ചിലതിനെ? അതിപ്പോ ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, ഈവൻ ജിയോ പൊളിറ്റിക്കൽ മേഖലകളിൽ തൊട്ട് സംസാരിക്കുന്ന സിനിമാ ആവിഷ്കരണങ്ങളിൽ എനിക്കെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ആ സിനിമയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേക നറേറ്റീവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിൽ എനിക്ക് ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് അപ്പീൽ. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സിനിമ ആയിരിക്കില്ല. നേരെ മറിച്ച് ഓണസ്റ്റ് ആയിട്ടൊരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ കഥയിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ കഥ പൂർണ്ണമാകൂ എന്ന രീതിയിലാണ് ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലംസ് വിത്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കഥ അപ്പീലിംഗ് ആണ്. ആ കഥ അപ്പീലിംഗ് ആകണമെങ്കിൽ അതിന്റെ ഇന്റൻഷൻ ഓണസ്റ്റ് ആയിരിക്കും. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഒരു സിനിമ ആകരുത്. സിനിമയുടെ ഉദ്ദേശം എപ്പോഴും എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, പ്രേക്ഷകന് ഒരു നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുക. അതിനപ്പുറത്തേക്ക് ഒരു ഇന്റൻഷൻ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് ഈസ് ഓൾവേസ് ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി പൊളിറ്റിക്കൽ. ആർട്ടിസ്റ്റ് ക്യാൻ ഓൾവേസ് മേക്ക് എ ചോയ്സ്. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് as long as the intention of the film or the piece of cinema that I am being involved with is true and honest, and I'm okay with it. രാജിന് വേണമെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഹീറോ തന്നെ ചെയ്യാം. അപ്പം വൈ ദിസ് ക്യാമിയോ, വൈ പള്ളിച്ചട്ടമ്പി? ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുരുതി എന്ന് പറയുന്ന സിനിമ എനിക്ക് റോഷനെ വിളിച്ചിട്ട് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കണം, അപ്പോൾ അതിന്റെ കഥയൊന്ന് കേൾക്കാൻ എവിടെ. അപ്പം റോഷൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റോഷനോട് കഥ നറേറ്റ് ചെയ്യാണ് കുരുതിയുടെ ഫുൾ കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റോഷൻ കേട്ടോ ചേട്ടാ ഗംഭീരമാണ് ചെയ്യുന്നത്. റോഷൻ പിന്നെ ഡിസ്കഷൻ തുടങ്ങി, റോഷൻ എങ്ങനെയാണ് ലായിക്കായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല റോഷൻ ലായിക്ക് ഞാനാണ്, റോഷൻ ഇബ്രാഹിം മൂപ്പര് ചക്കായി. അല്ലപ്പോ ഇബ്രാഹിം ഹീറോ അല്ല, അത് ഹീറോ ആണ്, റോഷൻ ഹീറോ, ഞാൻ വില്ലന്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്കൊരു വില്ലൻ നായകൻ ഒരു പരിപാടി. ഈ പൊളിറ്റിക്കൽ ബേസ്ഡ് അതുപോലെ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ആണ്. പുതിയതായിട്ട് അത്തരത്തിലുള്ള കറന്റ് സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മൂവീസ് ആണോ നെക്സ്റ്റ്? ഇല്ല, അടുത്തൊന്നും പൊളിറ്റിക്കൽ ബേസ്ഡ് ഒന്നും തൽക്കാലം പിടിച്ചിട്ടൊന്നുമില്ല. ആസ് ഓഫ് നൗ ഒരു പീരിയഡ് സിനിമ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമ പീരിയഡ് സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് പൊളിറ്റിക്കൽ റിക്വയർമെന്റ്സ്, ഇപ്പോൾ രാജു പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് പ്ലേസ്മെന്റിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ അതിൽ അതിഭീകരമായ പൊളിറ്റിക്സ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷൂട്ടിംഗ് നടക്കുന്നു. കംപ്ലീറ്റ് ആയോ? ഇല്ലില്ല, ഇനിയുണ്ട്. കുറച്ച് മാസങ്ങൾ കൂടി ഷൂട്ടിംഗ് പോകുന്നുണ്ട്. റിലീസാണോ? അതിന്റെ അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമ ഞാൻ നിർമ്മിക്കുക കൂടി ചെയ്ത ഒരു ഐ നോബഡി എന്ന് പറയുന്ന സിനിമയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റ് ഒരുമിച്ച് നിർമ്മിക്കുന്ന, ഞാനും പാർവതിയും ഒരു വലിയൊരു കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു ടീസർ മേ ബി അടുത്ത മാസമൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ടീസർ റിലീസ് ചെയ്യുമായിരിക്കും. അതാണ് എൻ്റെ അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമ. പള്ളിച്ചട്ടമ്പി കഴിഞ്ഞ് ഒരു പക്ഷേ പട്ടേലർ എന്ന് പറഞ്ഞ
ആ ഒരു ക്യാരക്ടർ ഒരു ലോങ് ടേമിൽ കാണാൻ വേണ്ടി ആളുകൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വരാനുള്ള സാധ്യതകൾ ഇപ്പൊ പറയാൻ പറ്റുന്നതുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞമ്പുവിന്റെ കഥയാണ് ഞാൻ ആദ്യം സുരേഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. അത് ഞാൻ ആ പണ്ട് കേട്ട സമയത്ത് തന്നെ നമുക്കിത് ഒരു മലയാളം സിനിമയുടെ ഒരു ഫൈനാൻഷ്യൽ ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് അന്ന് എനിക്ക് തോന്നിയില്ല. ടു ബി ഫ്രാങ്ക്, ഇന്നും അതൊരു ചലഞ്ചാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാമല്ലോ. അതായത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള മൾട്ടിപ്പിൾ ബ്രിട്ടീഷ് മൈനിങ് കോർപ്പറേഷൻസ് വരികയും അവർ വയനാട് അതിനൊക്കെ അത് ഒരു ഭയങ്കര സ്കെയിലും ഒക്കെ ഉള്ളൊരു, പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് മേ ബി ഇന്ന് കുറച്ചുകൂടെ അത് നമുക്ക് ആക്സസിബിൾ ആയിരിക്കാം. കാരണം ഇന്നിപ്പോൾ മലയാള സിനിമ വളർന്നു, നമ്മുടെ മാർക്കറ്റ് വളർന്നു, നമുക്കൊരു സിനിമയ്ക്ക് ചിലവാക്കാൻ പറ്റുന്നൊരു പൈസ എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ലിബർട്ടിയൊക്കെ വന്നു. പക്ഷേ ആസ് ഓഫ് ടുഡേ ആ കഥാപാത്രത്തിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാക്കളും തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. പിന്നെ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഈ മാർക്കറ്റ് വലുതായി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഇപ്പോൾ സിനിമയായിട്ട് സംബന്ധിച്ച് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഫാമിലി ഓഡിയൻസ് അടക്കമുള്ളവർ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇന്നലെ ഫാമിലി ഓഡിയൻസ് അടക്കം പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് വരികയും, പക്ഷേ ചില സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഒരു അറ്റാക്ക് പോലെ വരുന്നത് പോലെ തോന്നി. പക്ഷെ അതങ്ങനെയല്ലെന്ന് വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് അതിനെപ്പറ്റി? അല്ല, ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു വ്യവസ്ഥിതിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. ഒരു സിനിമ കണ്ടു, അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായം പേഴ്സണലായിട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പറയാനുള്ള എല്ലാ അവകാശവും ഇന്നുണ്ട്. എനിക്ക് ആക്ച്വലി സംസാരിക്കാനുള്ളത് പ്രേക്ഷകരോടാണ്. കാരണം ഈ അഭിപ്രായം അല്ലെങ്കിൽ റിവ്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരാളുടെ അഭിപ്രായമാണ് എന്നുള്ളതും അതിന് തികച്ചും വിപരീതമായ മറ്റൊരു അഭിപ്രായത്തിനും അത്ര തന്നെ പ്രസക്തി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയും നിങ്ങൾ മറക്കാതിരിക്കുക. അതിനെ ആസ്പദമാക്കി സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യരുത്. ആ തീരുമാനം എടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ഉണ്ടാവുക എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് നടത്താനുള്ളൂ. കാരണം ഓരോ റിവ്യൂവറിന്റെ അഭിപ്രായം, അതിപ്പോൾ ഒരു സിനിമ ഗംഭീരമാണെന്ന് പറയുന്ന ഒരാളാണെങ്കിലും സിനിമ വളരെ മോശമാണെന്ന് പറയുന്ന ഒരാളാണെങ്കിലും അത് ആ റിവ്യൂവറിന്റെ അഭിപ്രായം മാത്രമാണ്. യു റെസ്പെക്ട് ഹിം ഓർ ഹർ ഫോർ ദാറ്റ് ഒപ്പീനിയൻ. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഒപ്പീനിയനും അത്ര തന്നെ പ്രസക്തി ഉണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചധികം സിനിമകൾ അഭിനയിച്ച് തീർക്കാനുണ്ട്. കുറേ നാളായിട്ട് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കുറച്ച് സിനിമകളാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു കൊല്ലം ഞാൻ സംവിധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് അവരോടൊക്കെ ചെയ്യുന്ന, കാരണം എല്ലാവരോടും ഞാൻ എമ്പുരാൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സിനിമകളാണ് ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. 1-2 പരിപാടികൾ ഇങ്ങനെ മനസ്സിലുണ്ട്, അറിയില്ല, നോക്കട്ടെ. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നോക്കട്ടെ. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് കുറെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ. രാജേട്ടനെ അടുത്തൊരു എൽത്രിയിൽ നിന്ന് എന്തെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ഒരു അങ്ങനെ തൊട്ട് തോന്നിയിട്ടുണ്ടോ? അത് വേണ്ട, അല്ലെങ്കിൽ അടുത്തൊരു ഇതിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു ഇല്ല. വിമർശനങ്ങൾ കാരണം ഒരു സിനിമ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഒരു സിനിമ, ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ അതിൻ്റെ ഒരു അടുത്ത ഭാഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കത് ആണ് വലിയൊരു മോട്ടിവേഷൻ, വലിയൊരു പ്രചോദനം. കാരണം ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഇപ്പോൾ ഒരു ചോദ്യമെങ്കിലും L3 എന്നാണ് എന്ന്, അല്ലാതെ ഇന്ന് വരെ ഞാനൊരു പ്രസ് മീറ്റ് പോയിട്ട് എൻ്റെ അമ്മ L3 കുറിച്ചൊന്നും ചോദിക്കേണ്ടെന്ന് ആരും അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുള്ളിടത്തോളം കാലം അത് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സത്യത്തിൽ ലാലേട്ടൻ്റെ ഒക്കെ സമയം എൻ്റെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അല്ലാതെ 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഡയറക്ടോറിയലി. അത് കമ്മിറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യാമെന്ന് ഞാൻ ഒരു മോറലി ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള 1-2 പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ നോക്കണം. ഡിജോ ചേട്ടന്റെ കൂടെ ഇപ്പൊ ഇതില് ക്യാമിയോ റോളാണ്. അതെ. അപ്പം ഈ സാധാരണ ക്യാമിയോ റോൾ ആണെങ്കിൽ പോലും സംസാരം ഈ സിനിമ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇപ്പം പുതിയൊരു സിനിമ ഒരു എന്താ പറയുക ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള മൂവി എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഇപ്പൊ 1950 സംഭവിച്ചൊരു ഇതില് ക്യാമിയോ റോൾ ആയിട്ടാണ്. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഡിജോ എന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിൽ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള 2 കഥകൾ, ഒന്ന് ജനഗണമനയുടെ അടുത്ത ഭാഗവും, 2 വേറൊരു കഥയുണ്ട്. അതിന്റെ പേരൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു 2 ആക്ടേഴ്സ് ഒന്നിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു വേഷം എൻ്റെ അടുത്ത് പിച്ച് ചെയ്തിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ്. അതും ഒരു വലിയൊരു ആക്ഷൻ സിനിമയാണ്. അല്ല, അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ ഫിലിമാണ്. അപ്പോൾ അതിന്റെ എന്നെക്കാളൊരു സീനിയർ ആക്ടർ വേണം മറ്റേ വേഷം ചെയ്യാൻ. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേരുകളും ഡിസ്കഷൻസും ഒക്കെ. ബഡ്ജറ്റ് ആക്ച്വലി തീരുമാനിക്കുന്ന ഡയറക്ടർ അല്ല. ഞാൻ എപ്പോഴും ഇത് മുരളിയും ഞാനും കൂടെ ഉണ്ടാകുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ബഡ്ജറ്റ് തീരുമാനിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കാരണം എഴുതി വെക്കുന്നതാണല്ലോ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? വലിയൊരു സിനിമ ആയിരിക്കുകയാണെങ്കിൽ തന്നെ പ്രൊഡക്ഷൻ സൈഡാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായ, എന്നെ കൊണ്ട് പറ്റുന്ന സിനിമകളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഇപ്പൊ എനിക്കിപ്പോ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സിനിമയാണ്. ഇപ്പൊ ഖലീഫ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ ജിനു എബ്രഹാം സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു വേണ്ട, ശമ്പളം വാങ്ങിച്ച് അഭിനയിച്ചെന്ന് പറഞ്ഞു. ക്യാമിയോ റോള് പുറത്തേക്ക് അറിയേണ്ട റിലീസിന് ശേഷം മതി എന്നുള്ള ഒരു രാജേട്ടന്റെ കൂടി അഭിപ്രായമായിരുന്നു.
സത്യത്തിൽ ഞാൻ ഓ ഹലോ ചട്ടമ്പി ഹവറി ഹലോ മിസ്റ്റർ പട്ടേൽ. എടാ നീ കലക്കിയെന്ന് കേട്ടല്ലോ. കണ്ടിട്ട് പറ. ഞാൻ കാണണം ഇവിടെ ഷൂട്ടും തീരുന്നില്ല. ഒടുക്കത്തെ ഷൂട്ടിങ് ഞാൻ ഉറപ്പായിട്ട് കാണാം. എന്തായാലും പൊളിച്ചടിക്കുന്ന കേട്ടു. എവിടെയാണ് ഫൈറ്റ് ഇവിടെ കളമശ്ശേരിയിലെ ഫൈറ്റ്. ഓ അത് ശരി നടക്കട്ടെ. മനസ്സിലായി. മോസിനോട് നച്ചു ഉണ്ടോ അവിടെ? നച്ചു ഇന്ന് ഷൂട്ടില്ല. ആ ഓക്കെ മോസിനോട് അന്വേഷണം പറഞ്ഞേ. ഹലോ എങ്ങനെ സുഖം? പൊളിക്കൂ ഓക്കെ ശരി. സോറി എന്തായിരുന്നു ചോദ്യം? ഈ ഒരു ക്യാമിയോ റോള് റിവീൽ ചെയ്യണ്ട എന്നുള്ള സത്യത്തിൽ ആക്ച്വലി റിലീസിന് മുമ്പ് തന്നെ കുറച്ചിങ്ങനെ ആൾക്കാർ അറിഞ്ഞു എന്ന് തോന്നി. എൻ്റെ ആഗ്രഹവും ഡിജോയിന്റെ ആഗ്രഹവും അത് ഫസ്റ്റ് ഷോ വരെ ആരും അതിനെക്കുറിച്ച് ഒരു ഇതെന്താ അറിയോ, ആക്ച്വലി ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി ഷൂട്ടിങ്ങിന് എടുക്കുന്ന ചില എഫേർട്സ് ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിതിന്റെ അവസാനം ഷൂട്ട് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കാരോന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുടയൊക്കെ വെച്ച് മറിച്ച് അങ്ങനെയൊക്കെ പോവുക. എന്നിട്ട് ഇത് റിലീസിന് വരുമ്പോൾ നമ്മൾ എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടെന്നുള്ളൊരു നമ്മുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു സിനിമ റിലീസായിട്ട് മാത്രം. അത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടില്ല, ഇപ്പൊ സിനിമ കാണുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ഒരു എക്സ്പീരിയൻസ് ആയേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. അല്ലോ കാണാത്തവർ സിനിമ കാണും. താങ്ക് യു.